അതായത് 58 പ്രതികളാണ് എന്ന ഒരു നിഗമനത്തിലേക്ക്, അതായത് 99% നിഗമനത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് DIG അജിത ബീഗവുമായിട്ടുള്ള അവരുടെ ഈ അന്വേഷണം സംബന്ധിച്ചിട്ടുള്ള ഒരു വിലയിരുത്തലുകൾ, ആ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് 58 പ്രതികൾ എന്നൊരു നിഗമനത്തിലേക്ക് ഇപ്പോൾ പോലീസ് ആദ്യഘട്ടമെന്നേ ഇനി പറയാൻ കഴിയൂ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിലാണ് ഇപ്പോൾ ഈ 43 പേരുടെ അറസ്റ്റ്, ഇനി 15 പേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്താനുണ്ട്. ഇതിൽ ഇപ്പോൾ കിട്ടാനുള്ള 15 പ്രതികളിൽ ചിലർ വിദേശത്തും ഒരാൾ ജയിലിലുമാണ്. മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജയിലിലാണുള്ളത്. ഇനി ഇവരെ വിദേശത്തുള്ളവരെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടികൾ പോലീസ് തുടങ്ങി. ഈ ജയിലിലുള്ള പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള നടപടികളും അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന് സമാന്തരമായി തന്നെ നിലവിൽ അറസ്റ്റിലായ പ്രതികളെ കൊണ്ടുള്ള തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളും ഒരേ സമയത്ത് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ പീഡിപ്പിക്കപ്പെട്ട ആ കുട്ടിയെ, അതിജീവിതയെ പത്തനംതിട്ടയിൽ, അതായത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗം N. സുനന്ദ കോന്നിയിലെ ഷെൽട്ടർ ഹോമിലെത്തി സന്ദർശിച്ചു. കുട്ടിക്ക് ആവശ്യമായ ചികിത്സ നൽകണമെന്നവർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം ഡോക്ടർമാരുടെ പരിശോധനയിൽ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അടിയന്തരമായിട്ടുള്ള ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ സാമ്പത്തിക സഹായം നൽകണമെന്നാണ് ബാലാവകാശ കമ്മീഷൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിനൊപ്പം തന്നെയാണ് പോലീസ് റിപ്പോർട്ട് നമ്മൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ആ പോലീസ് റിപ്പോർട്ടിൽ DIG നിർദ്ദേശിച്ചതുപോലെ ഇടക്കാല നഷ്ടപരിഹാരം എന്ന നിലയിൽ ഒരു തുക കൈമാറണമെന്ന് ആവശ്യപ്പെടുന്ന ആ റിപ്പോർട്ട് അത് ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് പോലീസ് നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറുമായി DIG സംസാരിക്കുകയും ചെയ്തു. അത് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വകുപ്പ്, ആ വകുപ്പ് ജില്ലാ ഡെവലപ്മെൻറ്റ് ഓഫീസർക്ക് അതിനുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതനുസരിച്ച് ആ കുട്ടിയുടെ കുടുംബത്തിന് സംബന്ധിച്ച കുട്ടിക്ക് ആ നഷ്ടപരിഹാര തുക കൈമാറാനാണ് നീക്കം. അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞതുപോലെ 15 പേരെയാണ് കിട്ടാനുള്ളത്. അതിനുവേണ്ടിയുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ഇപ്പോഴും പോലീസ് പല ഭാഗങ്ങളിലും ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ഈ 15 പേരുടെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ പോലീസ്? അതിനെപ്പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഈ 15 പേരിൽ ഇപ്പോൾ ഒളിവിൽ കഴിയും ചിലരുണ്ട്, ഒളിവിൽ പോയിട്ടുണ്ട്. വീടുകളിലെത്തുമ്പോൾ ഈ പ്രതികളില്ല, കാരണം അവർക്ക് തന്നെ അറിയാമായിരിക്കും. അതിലെന്നാൽ അതേസമയം ചിലർ, ആ 15 പ്രതികളിൽ ചിലർ വിദേശത്തുമാണ്. അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രതി ജയിലിൽ മറ്റൊരു കേസിൽപ്പെട്ട് ജയിലിലുമാണ്. അപ്പോൾ ഈ ജയിലിൽ കഴിയുന്ന പ്രതിയെ പോലീസിന് വളരെ എളുപ്പം തന്നെ അതിൻ്റെ നിയമപരമായ കോടതി നടപടികളിലൂടെ വിട്ടുകിട്ടും. അതേസമയം തന്നെ വിദേശത്തുള്ളവരെ കിട്ടാനാണ് പാട്. അവരെ തിരിച്ച് നാട്ടിൽ കൊണ്ടുവരാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ബന്ധുക്കൾക്ക് അതിനുള്ള നോട്ടീസ് പോലീസ് ഉടൻ തന്നെ നൽകും. അതിൻ്റെ നടപടികളും ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ഇതുവരെ പിടിയിലായ പ്രതികളെ റിമാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ പ്രതികളെ തെളിവെടുപ്പ് നടപടികൾ വരെ പൂർത്തീകരിച്ചിട്ടാണ് ഇപ്പോൾ പലരെയും നൽകിയിട്ടുള്ളത്. സമാന്തരമായി തന്നെ ഈ പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ ഇത് പുരോഗമിക്കുകയാണ്. ഇനി കൂടുതൽ DYSPമാരെ, ഇത് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് സംരക്ഷണ വകുപ്പ് കൂടി ചുമത്തേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ DYSPമാർക്ക് ഇത്തരം കേസുകൾ ചുമത്തിക്കഴിഞ്ഞാൽ DYSPമാർക്ക് മാത്രമേ അത് അന്വേഷിക്കാനുള്ള ഇതുള്ളൂ. CI SHO ലെവലിൽ അത് അന്വേഷിക്കാൻ കഴിയില്ല. ആ നിയമപരമായ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിൽ നിലവിലെ 28 എന്നുള്ളത് ഇനിയും സംഖ്യ ഉയരും. അതിൽ കൂടുതൽ വനിതാ ഉദ്യോഗസ്ഥരെയും ഇനിയും ഉൾപ്പെടുത്താനാണ് ഇപ്പോഴത്തെ SITയുടെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന DIGയുടെ തീരുമാനം. ഇനി കൂടുതൽ DYSPമാരെ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ അന്വേഷണം കുറച്ചുകൂടി ഇതിൻ്റെ പ്രതികളിലേക്ക് വളരെ എളുപ്പം എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. ശരി രാജ്കുമാർ, പത്തനംതിട്ട പീഡനക്കേസിൽ ഇനി 15 പേരാണ് പിടിയിലാവാനുള്ളത്. അതേസമയം അന്വേഷണ സംഘത്തിൽ കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തുമെന്ന വിവരമുണ്ട്. വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്.